ഒരുപാട് വിവാഹ എന്താ പറയുക അലങ്കോലങ്ങൾ എന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ ജീവിതം താളം തെറ്റിപ്പോകുന്നത് കാണാം. എന്ന് വെച്ചാൽ കല്യാണം കഴിക്കും, എന്നിട്ട് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ വേറൊരുത്തൻ്റെ കൂടെ അവൾ ഇറങ്ങിപ്പോവുക. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. നമ്മുടെ പല കൂട്ടുകാരും അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല ആൾക്കാരും വീഡിയോസുകളൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാൻ. അതായത് ഞാൻ ഈ ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾക്കൊരാളൊരു ഇഷ്ടമുണ്ട്, അങ്ങനെ ഇന്ന ആൾ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അത് മനസ്സിൽ വെച്ച് ഇങ്ങനെ ജീവിക്കുക. എന്നിട്ട് വീട്ടിൽ കല്യാണം ആലോചിക്കുമ്പോൾ അവരോട് പോയിട്ട് പറയാം, ഇങ്ങനെ നടക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ പറയാം. ഈ ഉമ്മയും ബാപ്പയും അല്ലെങ്കിൽ അമ്മയും അച്ഛനും ഇതൊന്നും അറിയാതെ മോൾക്ക് നല്ല ജീവിതം കിട്ടണമെന്ന് കരുതിയിട്ട് ഒരാലോചനയും കൊണ്ട് പോകും. അത് നടത്താൻ വേണ്ടി അതിനുള്ള ഭദ്രപ്പാടിൽ എങ്ങനെ പണം ഉണ്ടാക്കും എന്ന് ആലോചിച്ച് ആദ്യം പിടിച്ച് അവരിങ്ങനെ നടക്കും. അവസാനം കല്യാണമൊക്കെ കഴിഞ്ഞ് അതിനുശേഷം എന്തുണ്ടാകാൻ, ഈ ചെറുക്കൻ ആ കല്യാണത്തിന് മുമ്പ് കണ്ടിട്ടുണ്ടാകും, സംസാരിക്കുമ്പോൾ ഇഷ്ടമാണോ, തൃപ്തിയാണോ, ഓക്കെ എന്നെല്ലാം പറയും. എന്നിട്ട് മനസ്സിൽ ഇതെന്തിപ്പോൾ ചെയ്യും എന്നിങ്ങനെ ആദ്യം പിടിച്ച് നടക്കും. അവസാനം എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് ജീവിതങ്ങൾ അങ്ങനെ തൊലയാണ്. കാരണം ഒന്ന്, ഈ പെണ്ണ് ഇഷ്ടപ്പെട്ട് നടന്നൊരു ചെറുക്കനുണ്ടാവും, അവളെ കല്യാണം കഴിയലോടുകൂടി അവനെന്താകാൻ, ഏതായാലും അവള് പോയി, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ എനിക്ക് കിട്ടുന്നത് കിട്ടാം, അവന് വേറെ കെട്ടാൻ പോകും. എന്നിട്ട് ഈ കല്യാണം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ടെത്തുമ്പോൾ പറയും, എനിക്കിത് ശരിയാവില്ല, എനിക്ക് വേറെ അഫിലിയേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ബന്ധമുണ്ട്, വേറെ റിലേഷൻ ഉണ്ട്, ഞാൻ പോവാൻ. ഇവനെ ചതിച്ചിട്ട് ഓള് പോകും, ഇവൻ്റെ ജീവിതം പോയി. എന്നിട്ട് ഓള് വിളിച്ച് പറയും, ഞാൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്, എനിക്ക് നടക്കൂല, നീ വരണം. അവസാനം ആ കെട്ടിയ പെണ്ണിനെ ചാടിയിട്ട് അവരും ഇറങ്ങേണ്ടി വരും ഇവളുടെ കൂടെ. അവിടെ ഒരു പെണ്ണിൻ്റെയും ജീവിതം നഷ്ടപ്പെടും, ഇവിടെ കെട്ടിയ ചെറുക്കൻ്റെയും ജീവിതം നഷ്ടപ്പെടുകയാണ്. ഇതിനെല്ലാം അപ്പുറം നിങ്ങളുടെ സന്തോഷം അത് കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട ഈ മാതാപിതാക്കൾ ചിലപ്പോൾ കടങ്ങൾ വാങ്ങിയിട്ട് സ്വർണത്തിന് വേണ്ടിയൊക്കെ തെണ്ടിയിട്ടുമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ടാകും. അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെടാൻ, പണം നഷ്ടപ്പെടുന്നു, ജനങ്ങളുടെ മുന്നിലുള്ള ആ ഒരു വില നഷ്ടപ്പെടുന്നു, എല്ലാം നഷ്ടപ്പെടുന്നു. ഞാൻ പറയുന്നത്, നിങ്ങളിതൊക്കെ കല്യാണത്തിന് മുമ്പ് പറയണം. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ അത് മുന്നേ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയണം, കെട്ടാൻ വരുന്ന ചെക്കനോട് പറയണം. ഒന്നും പറയാതെ മനസ്സിൽ വെച്ച് ജീവിതം കൊണ്ട് കളിക്കരുത്. എത്രയോ ആൾക്കാർ, നമ്മളുടെ കൂട്ടുകാർ തന്നെ കല്യാണം കഴിഞ്ഞ് ഇതുപോലെയൊക്കെ അവസ്ഥ വന്നിട്ട് വേറെ കല്യാണ ആലോചന നടത്തുമ്പോൾ പറയാറുണ്ട്, അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനൊന്നും വേണ്ട, സ്വർഗത്തുനിന്ന് കൊണ്ട് തന്നാൽ പോലും ഞാൻ കിട്ടൂല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താണെന്നറിയോ, ഒരു പാമ്പ്, ഒരു മാളത്തിൽ നിന്നൊരു പാമ്പ് കടിച്ചാൽ പിന്നെ ആ മാളത്തിൽ കൈയിടുമോ? ഇല്ലല്ലോ. പാമ്പില്ലെങ്കിലും കൈയിടില്ല. കാരണം എന്താ, പിന്നെ കടിച്ചേക്കോന്നുള്ള പേടിയാണ്. നല്ലത് വന്നാൽ പോലും നമുക്ക് സ്വീകരിക്കാൻ മടിയായി പോകും. ജീവിതമാണ്, അത് നമ്മൾ തോന്നിയതുപോലെ നഷ്ടപ്പെടുത്തിയിട്ട് അങ്ങനെ ഇങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് ജീവിക്കരുത്. ഉള്ളതുപോലെ തുറന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക.